ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ടേസ്റ്റിയും റിഫ്രഷിങ്ങും ആയിട്ടുള്ള സമ്മർ ഡ്രിങ്കാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമ്മൾ യാതൊരു തരത്തിലുള്ള കളറും ഉപയോഗിച്ചിട്ടില്ല, നാച്ചുറലായിട്ട് വന്ന കളറാണ്. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. നമ്മളിത് വാട്ടർമെലൺ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. വാട്ടർമെലൺ ഈ രീതിയിൽ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ വാട്ടർമെലൺ ഇനി കുടിക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. വളരെ എളുപ്പത്തിൽ വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല ധാരാളം ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് റെസിപ്പി കഴിഞ്ഞ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് അല്പം വാട്ടർമെലൺ ആണ്. ഇത് ഏതാണ്ട് നല്ല വലിയൊരു വാട്ടർമെലൻ്റെ ഒരു 1/4 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് അളവ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാട്ടർമെലൻ്റെ അളവ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോഴും കുരു ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടുണ്ട് ഞാൻ. മുതിർന്നവർ മാത്രമാണ് കുടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ കുരു ഉണ്ടെങ്കിലും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുരു മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതുപോലൊരു മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും, ആ ഒരു രീതിക്ക് വേണം നമ്മൾ മാഷ് ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് തീരെ കുഞ്ഞു കുട്ടികൾ, നമ്മൾ ഏതാണ്ട് ഒരു വയസ്സ് തൊട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു വയസ്സൊക്കെയുള്ള കുഞ്ഞു കുട്ടികൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്, അവർക്ക് ഈ വാട്ടർമെലൺ ഒന്നും കടിച്ച് തിന്നാനുള്ള പ്രായം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ച് തന്നെ എടുക്കുക. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളുണ്ട്, എന്നാൽ ആവശ്യത്തിന് ജ്യൂസും വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ പനങ്കർക്കണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പനങ്കർക്കണ്ടാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ പനങ്കർക്കണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ഷുഗറും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഏതാണ്ടൊരു 4-5 പനങ്കർക്കണ്ട് ആണ് അലിയിച്ച് ചേർക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വാട്ടർമെലൻ്റെ മധുരം അനുസരിച്ച് വേണം നിങ്ങൾ ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല മധുരമുള്ള വാട്ടർമെലൺ ആണെങ്കിൽ വളരെ കുറച്ച് ഷുഗർ തന്നെ മതിയാവും. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ ഈ പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഈ ഏലക്ക പൊടിച്ചത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്ത പാലെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യുക. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികളാണ്, ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തണുപ്പിക്കാതെ അങ്ങനെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഡെലിഷ്യസും ആയിട്ടുള്ള വാട്ടർമെലൺ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ സമ്മറിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വാട്ടർമെലൻ്റെ സീസണാണ്, അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ ഇനി നമുക്ക് വാട്ടർമെലൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒന്ന് പെട്ടെന്ന് നോക്കിയേക്കാം. വേനൽക്കാലത്ത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. ഏതാണ്ട് 92% വാട്ടർ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് തന്നെ ധാരാളം ജ്യൂസൊക്കെ കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വാട്ടർമെലൺ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീഹൈഡ്രേഷൻ പോലത്തുള്ള പ്രശ്നങ്ങൾ വരില്ല. മാത്രമല്ല പല കുട്ടികളും വെള്ളം അങ്ങനെ തന്നെ കുടിക്കാനായിട്ട് മടി കാണിക്കും, അതുപോലെ തന്നെ പാൽ അങ്ങനെ തന്നെ കുടിക്കാനായിട്ട് മടി കാണിക്കുന്നവരാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കുടിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ അവരത് പെട്ടെന്ന് കുടിക്കും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഇതുപോലെ എനിക്ക് പാൽ കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുടിക്കാനായിട്ട് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് പാൽ കുടിക്കാതിരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ പാൽ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെ പാല് തനിയെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മാത്രമല്ല ധാരാളം വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്.
കോൾഡ് പോലത്തുള്ള പ്രശ്നങ്ങളും ഇയർ ഇൻഫെക്ഷൻസ് പോലത്തുള്ളതൊന്നും വരാതിരിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്കിൻ ഉണ്ടാവാനും ബലമുള്ള പല്ലുകൾ ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ എല്ലാവരും വാട്ടർമെലൺ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല കുട്ടികൾക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.